ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രജിൽ രാജി ഫ്രം RJ മീഡിയ. കഴിഞ്ഞ ഒരുപാട് നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. കാരണം സമയമില്ലായ്മ തന്നെയാണ് അതിൻ്റെ മുഖ്യ കാരണം. എന്നാൽ വീണ്ടും ഒരു തിരിച്ചുവരവെന്ന രീതിയിൽ ഞാൻ ഇന്ന് മുതൽ വീണ്ടും തുടങ്ങിയാണ്. നമ്മുടെ പുതിയ വീഡിയോസ് കഴിഞ്ഞ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാൻ പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്, ഇന്ന് എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാർക്കും വാഹനം എന്നത് മസ്റ്റായ ഒരു കാര്യമാണ്. ആ വാഹനങ്ങൾ കൂടുന്നതിനനുസരിച്ച് റോഡിലെ ആക്സിഡൻറ്റും കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേഫ്റ്റി എന്ന രീതിയിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡാഷ് ക്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാഷ് ക്യാം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ്, കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി, പെർഫോമൻസ്, എവിടെ നിന്ന് വാങ്ങി, എത്ര രൂപയ്ക്ക് വാങ്ങി എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഡാഷ് ക്യാം എന്നത് ഒരു മാൻഡേറ്ററി ആയ എക്യുപ്മെൻ്റായി മാറിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും വാഹനങ്ങളും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മുടെ സേഫ്റ്റിക്ക് ഒരു ഡാഷ് ക്യാം നമ്മുടെ വാഹനങ്ങളിൽ അത്യാവശ്യമാണ്. അങ്ങനെയാണ് ഞാൻ റെഡ് ടൈഗർ എന്ന ബ്രാൻഡിൻ്റെ F7NP എന്ന ഈ മോഡൽ ഡാഷ് ക്യാം വാങ്ങിയത്. ഇത് ഡ്യുവൽ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഫ്രണ്ട് ക്യാമറ 4Kയും റിയർ ക്യാമറ ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 170 ഡിഗ്രിയിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറയും 140 ഡിഗ്രിയിൽ റിയർ ക്യാമറ വീഡിയോസ് ക്യാപ്ചർ ചെയ്യും. അതുപോലെ തന്നെ റിയർ ക്യാമറ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ 24 hours പാർക്കിംഗ് മോണിറ്ററിംഗ് ചെയ്യുന്നതാണ് ഈ ഡാഷ് ക്യാം. അതിനുവേണ്ടി നമുക്ക് എക്സ്ട്രാ കേബിൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. കൂടാതെ GPS സപ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് വിഷൻ ക്യാമറയുള്ള, അതുപോലെ സോണിയുടെ സ്റ്റാർവിയ ക്യാമറയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബോക്സ് പാക്കിൽ വരുന്ന ഒരു വാറൻറ്റി കാർഡ്, 2 ക്യാമറ, ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ, പിന്നെ നമ്മളെ റിയർ ക്യാമറയുടെ കേബിൾ, ഇൻസ്റ്റാളേഷൻ കിറ്റ് എന്നിങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറ ഹോൾഡർ, പിന്നെ ഇതിൻ്റെ 2-3 ക്ലിപ്പ് കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ഉള്ള ക്യാമറയാണ്. 3.18 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 24,000 റുപ്പീസ് ആണ് ഇതിൻ്റെ ബോക്സിൽ കാണുന്നത്. എന്നാൽ ആമസോണിൽ നിന്ന് ഓഫർ പ്രൈസിൽ ഞാൻ വാങ്ങിയത് 11,000 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ F7NP എന്ന ഈ മോഡൽ നമുക്ക് 32 GB മെമ്മറി കാർഡോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെയും ഒരുപാട് വേരിയൻ്റ്, സിംഗിൾ ക്യാം ഉള്ളത്, മെമ്മറി കാർഡ് ഇല്ലാതെ, അങ്ങനെ ഓരോ റേറ്റിൽ നിങ്ങൾക്ക് ഈ സാധനം ആമസോണിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. നമ്മുടെ അടുത്ത കലാപരിപാടി എന്ന് വെച്ചാൽ ഡാഷ് ക്യാം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന കാര്യമാണ്. അതിനുവേണ്ടി ഞാനും ആനന്ദും അച്ഛനും കൂടി നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ അടുത്തുള്ള ബൈപ്പാസ് റോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വണ്ടിയിലേക്കുള്ള ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും നടത്താൻ പോകുന്നത്. നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ ആനന്ദ് നമ്മുടെ ബോക്സ് മെല്ലെ അൺബോക്സ് ചെയ്യുകയാണ്. ആദ്യമേ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്ത നമ്മുടെ ഡാഷ് ക്യാം. ആദ്യം തന്നെ നമ്മുടെ ബോക്സിൽ വരുന്ന ഒരു ഫിലിമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ മിററിൽ ഒട്ടിക്കാവുന്നത്. അതിനുശേഷം നമ്മുടെ ഹോൾഡർ വേക്കം സെറ്റപ്പാണ്. അപ്പോൾ അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മളെ ക്യാമറ കൂടി നമ്മൾ മിററിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇനി നേരെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ കേബിൾ കണക്ഷൻ കൊടുക്കുക എന്നതാണ്. ഇനിയുള്ള നമ്മൾ ക്യാമറയുടെ കേബിൾ കണക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറ കണക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം നമ്മൾ കേബിളിൻ്റെ കണക്ഷൻ കൊടുത്തു തുടങ്ങിയത് നമ്മൾ നേരെ റൂഫ് ടോപ്പിലൂടെ നമ്മൾ നേരെ പില്ലറിലൂടെ കേബിൾ കണക്ഷൻ നമ്മളെ ബൂട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പരിപാടി. കേബിൾ കണക്ഷനും കാര്യങ്ങളും കൊടുത്തപ്പോഴാണ് നമ്മൾ കണക്കുകൂട്ടലെല്ലാം തെറ്റിയത് പിന്നീട് മനസ്സിലായത്. നമുക്ക് ആക്ച്വലി കോ ഡ്രൈവർ സൈഡിലൂടെയാണ് നമ്മൾ കേബിൾ നമ്മളെ ബൂട്ടിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത്. എന്നാൽ നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത് നമ്മുടെ ഡ്രൈവർ സൈഡിലൂടെ തന്നെയായിരുന്നു. സോ അതുകൊണ്ട് രണ്ടാമത് കണക്ഷൻ വഴി നമ്മൾ കോ ഡ്രൈവർ സൈഡിലൂടെ നമ്മൾ ബൂട്ടിലേക്ക് കേബിൾ കൊണ്ടുപോയി. ആനന്ദ് കേബിൾ ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യുമ്പോൾ ഞാനും അച്ഛനും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കാരണം പണി അറിയുന്നതിന് പണിതാലല്ല കാര്യങ്ങൾ പെർഫെക്ഷൻ ഉണ്ടാകുന്നതായിരുന്നു നമ്മുടെ ഒരു അത്. ഫൈനലി നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. എക്സ്ട്രാ വന്ന കേബിളും കാര്യങ്ങളും വണ്ടിയുടെ റൂഫ് ടോപ്പിലേക്ക് നമ്മൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം എടുത്ത്, അപ്പോഴേക്കും രാത്രിയായിരുന്നു നമ്മൾ വാഹനം എടുത്ത് പോകണം. അപ്പോൾ നൈറ്റ് വിഷനാണ് ഇപ്പോൾ നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നൈറ്റ് വിഷൻ ചിത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഓരോ വിഷ്വൽസും കാണാൻ സാധിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ GPS-ൻ്റെ കോർഡിനേറ്റ് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ നല്ല ഇരുട്ടിയിരുന്നു. സോ ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ വ്യൂ എന്ന് പറയുന്നത്. അതിൽ എത്ര ക്വാളിറ്റിയിൽ നമ്മൾ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മെയിൻ സ്ക്രീനിൽ നമ്മളെ ഫ്രണ്ട് വ്യൂയും അതിൻ്റെ കോർണറായിട്ട് റിയർ സൈഡ് ക്യാമറയും വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്യാമറയിൽ തന്നെ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ക്യാമറ ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ബാക്ക് ക്യാമറ മെയിനായിട്ടും അതുപോലെ ഫ്രണ്ട് ക്യാമറ കോർണറിൽ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ നൈറ്റ് വിഷൻ ക്വാളിറ്റിയും കാര്യങ്ങളും നന്നായിട്ടുണ്ട്. ഈ കാണുന്ന ഫൂട്ടേജ് നമ്മൾ മോർണിംഗ് ടൈമിൽ എടുത്തതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മളെ കോർഡിനേഷൻ, GPS, അതിൻ്റെ ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്ക്, അതായത് നമ്മളെ സ്പീഡ്, വണ്ടിയുടെ ഓടുന്ന സ്പീഡ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പായ അതിൽ ഐഡിയൽ കണ്ടീഷനിലായതുകൊണ്ടാണ് അതിലൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമറ ക്വാളിറ്റി. ഫ്രണ്ടിലെ വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽസ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്യാമറ വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.